ഞങ്ങളുടെ ബിഷപ്പിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് വളരെയധികം വേദന ഉളവാക്കുന്നു. കിട്ടുന്നില്ല, അത് വെറുതെ അവർ പറഞ്ഞാണ്, മാനേജ്മെന്റ് വെറുതെ പറഞ്ഞാണ്. 28 വർഷമായിട്ട് ഇത്രയും ഇപ്പോൾ കിട്ടുന്ന സാലറി ഞങ്ങൾക്ക് അത്രയും കിട്ടുന്നുള്ളൂ. പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എത്ര കിട്ടും ഈ ഒരു എക്സ്പീരിയൻസ്? ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എന്തായാലും 1 ലക്ഷത്തിന് മേലെ ഉണ്ടാവും സാലറി. UN എന്നുള്ള സംഘടന സ്ട്രോങ് ആയി വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത്രയും സാലറി കിട്ടിയത്. ഇപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ളത് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ UN ആയിട്ട് ഒത്തൊരുമിച്ച് നിൽക്കണം. അത് അവരുടെ ഒരു ധാർഷ്ട്യം തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾക്ക് സാലറി കൂട്ടി തരാനൊന്നും അവർക്ക് ഇല്ലാണ്ടൊന്നുമല്ല, പക്ഷെ അവരത് തരില്ല എന്നുള്ളൊരു വാശി പുറത്താണ്. അവർ വെറുതെ അടിച്ചു കൊണ്ടതാണ്, എന്തായാലും കിട്ടണില്ല, ആർക്കും കിട്ടുന്നില്ല. ഇപ്പം എല്ലാത്തിനും ജീവിത സാഹചര്യങ്ങൾക്ക് എല്ലാത്തിനും വില കൂടിയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ മീറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് അത്യാവശ്യം ശമ്പളം വേണം. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ അമല ജൂബിലി ആശുപത്രികളിൽ നഴ്സുമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിനിടയിൽ ഈ മാനേജ്മെൻറ്റുകൾ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ഇവിടുത്തെ ജോലിക്കാർക്ക് 60,000 65,000 രൂപയൊക്കെ ശമ്പളമുണ്ട്. അതായത് നേഴ്സിംഗ് ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉയർന്ന ശമ്പളമുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് അമലയിലെയും ജൂബിലിയിലെയും നേഴ്സുമാർ മറുനാടൊപ്പം ചേരുകയാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അവർക്ക് എത്രയാണ് ശമ്പളം? തുടക്കം എത്രയായിരുന്നു? ഇപ്പോൾ എത്രയാണ് വാങ്ങുന്നത്? ഓക്കെ, ചേച്ചി എവിടെയാണ് ജോലി ചെയ്യുന്നത്? അമലയിലെ. എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? ഞാൻ 98 ജൂലൈയിലാണ് കയറിയേക്കുന്നത്. ഇപ്പോൾ 28 വർഷം അവർ. ആദ്യം അമലയിലായിരുന്നു ഏറ്റവും കൂടുതൽ സാലറി, ജൂബിലിനേക്കാളൊക്കെ കൂടുതൽ 2200 രൂപ സാലറി ആയിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സമരം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് 9,000 രൂപയായിരുന്നു സാലറി. അത് കഴിഞ്ഞ് സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് 13 ആയിട്ടുണ്ട്. അത് UN വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2018 പിന്നെ കൂടുതൽ സാലറി കയറിയേക്കണത്. 2018 സമരം കഴിഞ്ഞാൽ പിന്നെ ഇനി വീണ്ടും സാലറി 20,000 മേലെ ഞങ്ങൾക്ക് സാലറി വന്നു തുടങ്ങിയത്. പിന്നെ UN ഉണ്ടായിട്ട് ഇപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സാലറി 43,760 എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അത്രയേ ഉള്ളൂ. വർഷം 28 വർഷമായിട്ട് ഇത്രയും ഇപ്പോൾ കിട്ടുന്ന സാലറി ഞങ്ങൾക്ക് അത്രയും കിട്ടുന്നുള്ളൂ. പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എത്ര കിട്ടും ഈ ഒരു എക്സ്പീരിയൻസ്? ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എന്തായാലും 1 ലക്ഷത്തിന് മേലെ ഉണ്ടാവും സാലറി. ഇവർ പറയുന്നത് 65,000 70,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ്. കിട്ടണില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ഇറങ്ങിയേക്കണത് അമലയിൽ നിന്ന്. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ 28 വർഷമായി ഞാനിപ്പോൾ. എന്നിട്ട് കിട്ടുന്ന സാലറിയാണിത്. ഇവരെന്താണ് നിങ്ങളോട് ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നത്? അത് അവരുടെ ഒരു ധാർഷ്ട്യം തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾക്ക് സാലറി കൂട്ടി തരാനൊന്നും അവർക്ക് ഇല്ലാണ്ടൊന്നുമല്ല, പക്ഷെ അവരത് തരില്ല എന്നുള്ളൊരു വാശി പുറത്താണ് ഇപ്പോൾ നടക്കുന്നത്. കിട്ടുന്നത് വരെ പോരാടും. UN ഒപ്പം തന്നെ ഉണ്ടോ? UN ഒപ്പം നിൽക്കും. ചേച്ചി എവിടെയാണ് ജോലി? ഞാൻ അമലയിൽ അതിനാണ് ജോലി ചെയ്തത്. 24 വർഷമായി അമലയിൽ ജോലി ചെയ്തു. ഞാൻ 2002 കയറിയതാണ്. അന്ന് എനിക്ക് 2,750 സാലറി. അത് കഴിഞ്ഞ് സമരത്തിൻ്റെ സമയം വരെ അപ്പോൾ 9,000 അടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സമരം കഴിഞ്ഞപ്പോഴാണ് 13-14 സാലറി എത്തിയത്. ഇപ്പോൾ ഇൻക്രിമെൻറ്റോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ 42,000 രൂപയാണ് സാലറി വാങ്ങണത്. 60,000 ഒന്നും കിട്ടുന്നില്ല. 60 കിട്ടുന്നില്ല. കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? അമലയിൽ ആരുമില്ല. 50,000 മുകളിൽ കിട്ടുന്ന ആരുമില്ല അമലയിൽ. ഇല്ല. ഞാൻ അമലയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഞാൻ 2004 ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അത് 2004 എനിക്ക് ജോയിൻ ചെയ്യുമ്പോൾ 2,250 സാലറി. അവിടെ നിന്ന് 2,500, പിന്നെ 2,750, പിന്നെ ഒരു 3,800 വരെയാണ് സാലറി ഉണ്ടായിരുന്നത്. പിന്നെ ആ സമരത്തിന് ശേഷമാണ് അതൊരു 9,000 അങ്ങനത്തെ ഒരു ലെവലിൽ എത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ UN അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും തന്നെ സാലറി വാങ്ങിക്കാൻ പറ്റിയത്. അത്രയും വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഇളവ് കിട്ടിയത്. അതുവരെ ഞങ്ങൾക്ക് ആ ഒരു സാലറിമ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ആരും ചോദിക്കാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. UN എന്നുള്ള സംഘടന സ്ട്രോങ് ആയി വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത്രയും സാലറി കിട്ടിയത്. ഇപ്പം ഞാൻ 21 വർഷമായി, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എനിക്ക് 18 വർഷമായുള്ളൂ. കാരണം അതിന് മെറ്റേണിറ്റി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോഴാണ് മെറ്റേണിറ്റി ഒക്കെ കിട്ടി തുടങ്ങിയത്. ഞങ്ങൾ ആ സമയങ്ങളിലൊന്നും മെറ്റേണിറ്റി ഇല്ലാത്തത് കൊണ്ട് റിസൈൻ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും വരുമ്പോൾ നമ്മൾ റീജോയിനിങ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും റീജോയിനിങ് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 16-17 വർഷമായി. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറി 42 സാലറി കിട്ടണത്.
ഇവർ പറയുന്ന സാലറി ഒന്നും ഞങ്ങൾക്ക് കിട്ടണില്ല. അവർ പറയുന്നത് 45 തൊട്ട് 65 വരെ അത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് സാലറി. ഇപ്പോൾ 28 വർഷമായ സ്റ്റാഫിനും 46-നും മേലെ സാലറി കിട്ടുന്നില്ല ആർക്കും. പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് മുഴുവൻ പറയുന്നത് ഞങ്ങൾ അത്രയും സാലറി അധികം വാങ്ങിക്കുന്നുണ്ടെന്നാണ്. ഞങ്ങൾ ഇത്ര കാലങ്ങളായിട്ട് ഞങ്ങൾ UNAയിലുള്ള ഒറ്റ മെമ്പേഴ്സും അത്ര സാലറി വാങ്ങിക്കുന്നില്ല. സമരം ഇത് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾക്ക് സാലറി എത്ര ഞങ്ങൾ അവകാശപ്പെടണോ അത്ര കിട്ടണ വരെ ഞങ്ങൾ UNAയുടെ കൂടെ സ്ട്രോങ് ആയി പോരാടും. ജയിച്ചിട്ടേ കയറും. ഞാൻ അമലയിലാണ്. ഞാൻ 2012 തൊട്ട് കണ്ടിന്യൂസ്ലി ഉണ്ട്. 2000-ലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എബ്രോഡ് പോയായിരുന്നു. ഞാൻ എബ്രോഡ് പോണ സമയത്ത് എനിക്ക് ഇവിടെ 3000 ആയിരുന്നു സാലറി. ഞാൻ എബ്രോഡ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് 45,000 ആയിരുന്നു സാലറി. ഒമാനിലായിരുന്നു. അപ്പം അവിടെ കേരളത്തിലല്ലാണ്ട് ഫിലിപ്പീൻസിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന്, ശ്രീലങ്ക, പാകിസ്ഥാൻ, അതുപോലെ UK, അവിടെ എല്ലാ നാഷണാലിറ്റീസുള്ള ഹോസ്പിറ്റലായിരുന്നു. എനിക്കായിരുന്നു അവിടെ ഏറ്റവും കുറവ് സാലറി മേടിച്ചിട്ട് ഞാൻ ചെന്നത് 3000. അന്ന് ഫിലിപ്പീൻസിനായാലും പാകിസ്ഥാനീസിനായാലും 15-ൻ്റെ അടുത്താണ് അവരുടെ സാലറി ഉണ്ടായിരുന്നത്. UK അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് അതിൽ കൂടുതലുണ്ട്, ലക്ഷങ്ങളുടെ അടുത്തുണ്ട്. അവർ നമ്മളെ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ പോലെ ഇന്ത്യ പോലെയുള്ള നാടുകളിൽ നിന്ന് വന്ന എല്ലാവർക്കും 10-ൽ മേലെ സാലറി ഉണ്ട്. നമ്മളാണെങ്കിൽ 3000 മേടിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ നമുക്ക് 45,000 സാലറി ആയിട്ട് 2001-ൽ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് 2011 കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് 7,000 ആയിരുന്നു സാലറി. അപ്പോഴാണ് UNA ആയതും രൂപീകരിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് 9,000 ആയി, പിന്നെ 13,000 ആയി. അങ്ങനെ ഇപ്പോൾ എനിക്ക് 44,000 സാലറി ഉണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ ഒപ്പം അന്ന് ഒമാനിലുണ്ടായിരുന്നവർക്ക് 2.5 ലക്ഷമാണ് സാലറി. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോൾ ന്യൂയോർക്കിൽ 15 ദിവസത്തിന് $6,000 മേടിക്കുന്നവരുണ്ട്. എൻ്റെ ഒപ്പം സീനിയേഴ്സ് ഉള്ളവർ. അതൊന്നും വേണ്ട, നമുക്ക് അനുവദിക്കുന്ന സാലറി ഇപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ളത് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ UNA ആയിട്ട് ഒത്തൊരുമിച്ച് നിൽക്കണത്. ചേച്ചി എവിടെയാണ്? ഞാൻ അമലയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ 98-ൽ പാസ് ഔട്ട് ചെയ്താണ്. പാസ് ഔട്ടായി 2 വർഷം എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ അമലയിൽ വന്നത്. 2001-ൽ വന്നു. ഞാൻ വരുമ്പോൾ എനിക്ക് 2,700 ആയിരുന്നു സാലറി വന്നപ്പോൾ. അത് കഴിഞ്ഞ് 2011-ൽ യൂണിയൻ വരുന്നത് വരെ എനിക്കത് 10,000 ആയി ഉണ്ടായിരുന്നില്ല. 2010-ലൊക്കെ എനിക്ക് 9,000 ഉണ്ടായിരുന്നുള്ളൂ സാലറി. അത് കഴിഞ്ഞ് യൂണിയൻ വന്നതിന് ശേഷമാണ് സാലറി 20,000. അങ്ങനെ ഇപ്പം എനിക്ക് കിട്ടുന്നത് 45,000 രൂപയാണ്. എല്ലാം കൂടിയിട്ട് കട്ടിങ്ങൊക്കെ കഴിച്ച് കയ്യിൽ കിട്ടുന്നത് 43,000 ലാസ്റ്റ് സാലറി. ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് ഫുൾ സാലറി കിട്ടിയത്. അത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർദ്ധിപ്പിക്കണം. ഞാൻ അമലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ 14 വർഷമായിട്ട് അമലയിലുണ്ട്. ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് തൃശ്ശൂർ തന്നെ പല ഹോസ്പിറ്റലുകളും കഴിഞ്ഞിട്ടാണ് അമലയിൽ വരുന്നത്. കയറുമ്പോൾ എനിക്ക് 12,000 രൂപയായിരുന്നു സാലറി. ഇപ്പോൾ എനിക്ക് 42 കിട്ടുന്നത്. അത് UNA വന്നതിന് ശേഷം 2011-ൽ സമരത്തിന് ശേഷം തന്നെയാണ് സാലറി കൂട്ടിയിട്ടുള്ളത്. സാലറി മാത്രമല്ല, എല്ലാ ആനുകൂല്യങ്ങളും മെറ്റേണിറ്റി അടക്കമുള്ള അല്ലെങ്കിൽ ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും UNAയുടെ ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നും ഞങ്ങൾ UNAയ്ക്ക് ഒപ്പാണ്. അത് എന്നും എപ്പോഴും ഉണ്ടാവണം. ശമ്പളം വർദ്ധിപ്പിക്കുന്നവരെ പോരാടും. തീർച്ചയായിട്ടും അത് UNAയ്ക്കൊപ്പം നിന്നിട്ട് ഞങ്ങൾ ജയിച്ചിട്ട് തന്നെ കയറുള്ളൂ. അത് ഏത് വൈദികരും എവിടെ തന്നെ പിതാവും ആര് പറഞ്ഞാലും ഞങ്ങൾ ഈ സമരം ജയിക്കാതെ പിന്നോട്ടില്ല. വൈദികരെല്ലാം എന്താണ് ഇങ്ങനെ കള്ളം പറയുന്നത്? അത് കള്ളം പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന വൈദികർ ഞങ്ങളോട് കള്ളം പറയുമ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് അവരോട് തന്നെ ചോദിക്കണം, അവരെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. കൂടുതൽ വിഷമിപ്പിക്കണതും. കാരണം ഞങ്ങൾ ജനിച്ച് വളർന്നപ്പോൾ മുതൽ ഓൾട്ടർ ഗേള്, കൊയറ്, ഇങ്ങനെ ഞങ്ങൾ പള്ളിയിലായിരുന്നു ഞങ്ങളെല്ലാം. അച്ഛന്മാർ, സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവൻ സാറ് പറഞ്ഞ പോലെ ഈശോംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ് ചെറുപ്പം മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ ചെയ്തിരുന്നത്. ആ ഒരു ഇതിൽ നിന്ന് ബിഷപ്പൊക്കെ ഇങ്ങനെ 65,000 ഞങ്ങൾക്ക് കിട്ടുന്നു. 60 ഞങ്ങൾ പറഞ്ഞു UNAയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 50,000 സാലറി ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ നിമിഷം സമരം അവസാനിപ്പിക്കാമെന്ന്. ഞങ്ങൾ ഒരാൾക്ക് പോലും 47,000 46,000-ൽ കൂടുതൽ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിനെയാണ് ഞങ്ങളിപ്പോൾ സംശയിക്കേണ്ടി വരണേ. പക്ഷേ ഞങ്ങൾക്ക് ദൃഢമായി ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നിട്ടുള്ള ഈശോ മാതാവ് എന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങളിപ്പോഴും പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന കൈക്കൊള്ളുന്നു. പക്ഷേ ഞങ്ങളുടെ അച്ഛന്മാരിൽ നിന്നോ ഞങ്ങളുടെ ബിഷപ്പിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് വളരെയധികം വേദന ഉളവാക്കുന്നു. ഞങ്ങളുടെ മക്കളും ഈ സഭയിലുള്ള മറ്റ് കുട്ടികളും ഇതൊക്കെ കണ്ട് ഇനി എന്താവും,
മറ്റ് പല രാജ്യങ്ങളിലുള്ള പോലെ കത്തോലിക്ക സഭ ഇവിടെ എന്താവും എന്നുള്ള ആകുലതയും കൂടെ ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. അതായത് ഇവർ നമ്മളെ പറയുന്നത് നമ്മൾ ബിഷപ്പിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നു, അച്ഛന്മാർക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു, ചാനലുകളിലും മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ നടത്തുന്നു എന്നാണ്. ആദ്യം തന്നെ ഷക്കൈന TV ചാനലിലും ഗുഡ്നസിലുമാണ് നേഴ്സുമാരുടെ സമരം അന്യായമാണെന്നും അതിക്രമമാണെന്നും ഒക്കെ പറഞ്ഞിട്ട് തുടങ്ങിയത്. അവർ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത്, ഞങ്ങൾ നേഴ്സുമാർ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. ആദ്യം അച്ഛന്മാരാണ് തുടങ്ങിയത്. ഞങ്ങൾ അപ്പോഴും അവരുടെ മക്കളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ അച്ഛന്മാർക്കും അവരുടെ ഇടവകയിലുള്ള നേഴ്സുമാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാമായിരുന്നു. ഞങ്ങൾ പലരും ഈ സമരത്തിൽ ഇപ്പോൾ മിനിഞ്ഞാന്ന് ബിഷപ്പ് ഒരു അന്തിമ മീറ്റിംഗ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്മാരായിട്ട്. അപ്പോൾ ഞങ്ങൾ പലരും അതാത് ഇടവകകളിൽ അച്ഛന്മാരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് ഞങ്ങളുടെ സത്യസ്ഥിതി ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല അച്ഛന്മാരും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകും, ചിലർ ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്ത അച്ഛന്മാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും, നിങ്ങൾക്കൊരു കുടുംബം നോക്കേണ്ടതാണ്, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിതാവ് പറയുന്നതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് പിതാവല്ലാതെ വേറെ ആരും, അതായത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അങ്ങനെ ഒരു അരമന അല്ലെങ്കിൽ തൃശ്ശൂർ രൂപത അല്ലെങ്കിൽ സഭ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന്. ഈ ഞങ്ങൾക്ക് നാണവും മാനവും അഭിമാനവും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ പള്ളികളിൽ നിന്ന് ഈ വികാരിയച്ഛന്മാരെല്ലാവരും പല തരം പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ മഹാപാപികളായി ഇപ്പോൾ, പിന്നെന്തോന്നാ മത തീവ്രവാദികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഈ ഷക്കൈന TVയിലും ഗുഡ്നസിലും ദീപിക പത്രത്തിലും മലയാള മനോരമ പത്രവും ഇതൊക്കെ മാധ്യമങ്ങളാണ്, ചാനലുകളാണ്. അതിലെല്ലാം നേഴ്സുമാരായി ഞങ്ങളെക്കുറിച്ച് അനാവശ്യം പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമില്ലേ? പിന്നെ ഞങ്ങൾ മാത്രമാണോ അപ്പോൾ ബാക്കിയുള്ള ചാനലുകളിൽ പറയുന്നതിന്? ഇപ്പോൾ മറുനാടൻ മലയാളി പിതാവിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, അതല്ലെങ്കിൽ ഗുഡ് TV അല്ല ബിഗ് TV ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പറയുമ്പോൾ അത് മാത്രം ചാനലുകൾ. ഞങ്ങളെക്കുറിച്ച് ഈ ഷക്കൈന TVയും ഗുഡ്നസും ഈ മലയാള മനോരമ ദീപികം പറയുമ്പോൾ അവരെന്താ ചാനലുകളല്ലേ? ഞങ്ങൾക്കും കുടുംബമില്ലേ? ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ, അതേപോലെ അത്രയും സങ്കടത്തിൽ വന്ന് സമരപ്പന്തലിൽ വന്നിരുന്ന് കരയണവരാ. കാരണം ഇന്ന് കയറാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ മാനേജ്മെൻറ്റ്, ജൂബിലി മാനേജ്മെൻറ്റിലെ കാര്യം എനിക്കറിയില്ല, എനിക്ക് അമല മാനേജ്മെൻറ്റിലെ കാര്യം അറിയുള്ളൂ. പല പിള്ളേരുകളെയും ഫോണിൽ വിളിച്ച് അവർ സംസാരിക്കുകയാണ്, നിങ്ങൾ ഇന്ന് കയറണം നമ്മൾ ഭീഷണി. ചിലർ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഹസ്ബൻഡ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാർ നിൽക്കത്തില്ലേ എന്ന്. ഒരു താലിമാല കൊടുത്ത് ഒരു കുടുംബജീവിതം കെട്ടിയണക്കുന്നവരാണ് നമ്മുടെ ഈ പുരോഹിതർ. അവർ തന്നെ ചോദിക്കുകയാണ്, ഭർത്താവാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, അപ്പോൾ ഭാര്യ എന്താ നിങ്ങൾ പറഞ്ഞ അനുസരിക്കില്ലേ, അല്ലെങ്കിൽ മകൾ എന്താ നിങ്ങൾ പറഞ്ഞ അനുസരിക്കില്ലേ? എല്ലാവർക്കും പേടിയാണ്. ഇന്ന് നമ്മൾ സാജൻ സാർ തന്നെ പറഞ്ഞു, ഈ പരിപാടിക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പേരെ വിളിച്ചു. എല്ലാവരും സപ്പോർട്ടാണ്. പക്ഷേ സഭയ്ക്കെതിരായി അല്ലെങ്കിൽ ബിഷപ്പിനെതിരായി നിൽക്കാനായിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ മുഖം പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പെടുമോ? മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ തിരിയോ? ഇപ്പോൾ എനിക്കറിയാം, ഞാനിപ്പോൾ അമലയുടെ മുന്നിൽ ഞങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 100-ാം ദിവസത്തേക്ക് അടുക്കാണ്. ഇതിന് പല ചാനലുകളിൽ എൻ്റെ മുഖം വന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരുടെയും ഫയൽ അവിടെ ഉണ്ടാക്കി വെച്ചേക്കാം, ഓരോരുത്തരും ഇടുന്ന സ്റ്റാറ്റസ് വെച്ചിരിക്കുക. കാരണം ആ സ്റ്റാറ്റസ് എന്നിട്ട് ഓരോരുത്തരും ഇപ്പം നിവർത്തിയില്ലാതെ നമ്മളൊരാൾ ചെന്ന് കയറുമ്പോൾ ആ ആളുടെ അടുത്ത് ആ സ്റ്റാറ്റസുകൾ കാണിച്ചിട്ട് പറയുകയാണ് ഇതൊക്കെ നിങ്ങൾ ഇട്ടതല്ലേ. അതിനുശേഷം പറയാണ് കയറുന്നവർക്ക് എന്തായാലും പണിഷ്മെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് എനിക്കറിയാം പണിഷ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുമെന്ന്. ഈ 13 വർഷം ഞങ്ങൾ അമല ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അമല മാനേജ്മെൻറ്റ് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. എനിക്ക് പറ്റാത്തത് ഞാൻ തിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് അവരാക്കില്ല, കാരണം അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കില്ല, കാരണം തിരിച്ച് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കത് പുറത്ത് ഞങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും വലിയ നരകമായിരിക്കും അകത്തുനിന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ മുന്നു പഠിച്ചവർ, അല്ലെങ്കിൽ കൂടെ പഠിച്ചവർ, അല്ലെങ്കിൽ താഴെ പഠിച്ചവർ, ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഇറങ്ങാതെ ഞങ്ങളുടെ സമരത്തിന് കൂടെ നിൽക്കാതെ അകത്തിരിക്കുന്നവരാണ്. അവർ പലരും പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾ പുറത്തിരുന്ന് മഴ കൊള്ളുന്നു, വെയിൽ കൊള്ളുന്നു, അത് കാരണം ഞങ്ങൾക്ക് സങ്കടമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അവരാണ് ഞങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. കാരണം അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല, അവർ അടിമകളായി തീർന്നു.
അവർ പ്രതികരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഓരോ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവിടെ ഇരുത്തിക്കാണ്. അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അവരുടെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിച്ചവരാണ്, അല്ലെങ്കിൽ അവരുടെ അനിയത്തിമാരാണ്. ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പഠിച്ചു വരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും കൂടി വേണ്ടിയാണ്, ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ മക്കളും ചിലപ്പോൾ ഇതന്നെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടിയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം, സ്വാർത്ഥത എന്ന് പറഞ്ഞ മനോഭാവം ഇല്ലാതെ അയാൾ തീരാവുന്നതൊക്കെ പ്രശ്നമുള്ളൂ. ഈ ധാർഷ്ട്യവും ഈ ഈഗോയും മാറ്റിവെച്ച് രമ്യതയിൽ തീർക്കേണ്ട ഈ സംഭവമാണ്. ഇതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഇതൊന്നും പാടില്ല എന്ന് അൾത്താരയിൽ നിന്ന് പ്രസംഗിക്കുന്ന നമ്മുടെ പിതാവും ബാക്കിയുള്ള അച്ഛന്മാരും അവരുടെ ഈ സ്വഭാവം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഈ സമരം ഇപ്പോഴും ഇങ്ങനെ അവസാനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ അവിടെ 5 വർഷമായി. ശമ്പളമൊക്കെ എങ്ങനെയാണ്? ശമ്പളം നമുക്ക് 2022 ഞാൻ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത സമയത്ത് ഉള്ള സാലറിനെ വിട്ട് നമുക്കൊരു 1000 രൂപയാണ് നമുക്കൊരു ഗ്രോസ് ഉള്ളൂ. അപ്പോൾ അത് 1000 കിട്ടിയത് ഞങ്ങൾ 2023 ഒരു സമരത്തിന് ഇറങ്ങിയതിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു ഇടക്കാലാശ്വാസമാണ് 1000. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓരോ കൊല്ലം ചെല്ലുന്തോറും നമുക്കതിനൊരു ഗ്രോസ് വേണ്ടതാണ്. അപ്പോൾ അത് അവർ തരുന്നില്ല. അവർ 3 ഇയർ കൂടുമ്പോൾ കോൺട്രാക്റ്റ് പുതുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സീനിയോറിറ്റി കിട്ടുന്നില്ല. അതിനനുസരിച്ച് ഇപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കിയതിന് ശേഷം ഇപ്പോൾ അവിടുത്തെ നിയമപ്രകാരം ഞാൻ 2025 ജോയിൻ ചെയ്ത സ്റ്റാഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു 2022 മുതൽ 25 വരെയുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും അതിനുശേഷം ഇപ്പോൾ നമ്മളങ്ങനെ 2025 വരെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. നെക്സ്റ്റ് 3 ഇയറിലേക്ക് നമുക്കിപ്പോൾ പുതുക്കിയേക്കാണ്. അപ്പോൾ അതങ്ങനെ പുതുക്കി വരുമ്പോൾ നമുക്കൊരു 10 വർഷം കൂടുമ്പോൾ 3 വെച്ച് നമുക്ക് 5 സർട്ടിഫിക്കറ്റ് എങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. പിന്നെ എത്ര 3 ഇയർ കഴിഞ്ഞാലാണ് നമുക്കൊരു സീനിയോറിറ്റി കിട്ടുക? അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് സിസ്റ്റം ഇവർ ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 2022 കയറിയെങ്കിലും ഞങ്ങളെ സൈൻ ചെയ്യിപ്പിക്കുന്നത് 2023 ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളെ ഈ കോൺട്രാക്റ്റാണെന്ന് പറഞ്ഞ് സൈൻ ചെയ്യിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഞങ്ങൾ കയറുന്ന സമയത്ത് ഞങ്ങളോട് ഈ 3 മന്ത് റെസിഗ്നേഷൻ, 3 ഇയർ കോൺട്രാക്റ്റ് ഇതൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിന്ന് അവിടെ ജോലിക്ക് കയറുമോ? കയറില്ല. പക്ഷെ ഞങ്ങൾക്ക് ജൂബിലി മിഷൻ വേണം. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾക്ക് വേണം. ഞങ്ങളാരും അത് വേണ്ടാന്നോ അല്ലെങ്കിൽ അതൊരു തകർക്കാനോ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി കിട്ടണം. അതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ 3 മന്ത് റെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു 24 അവർ റെസൈൻ വെച്ച് പോകുമ്പോൾ ഞങ്ങൾ 3 മന്തിൻ്റെ സാലറി അവിടെ കാണിക്കണം, നമ്മളവിടെ റിട്ടേൺ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. നമ്മളും ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ്, നമുക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ലഭിക്കും വരെ സമരം, നീതി ലഭിക്കും വരെ സമരം. അതിനകത്ത് യാതൊരു വിധ വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. തുടക്കത്തിൽ എത്ര ശമ്പളം ഉണ്ടായിരുന്നു? തുടക്കത്തിൽ ഞാൻ കയറിയ സമയത്ത് 10 താഴെ, ആ സമയത്ത് അങ്ങനെയായിരുന്നു, 10 താഴെയായിരുന്നു സാലറി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശമ്പളം വർദ്ധിച്ചത് ഞാൻ UN വരുന്നതിന് മുന്നേ ആ സമയത്ത് എലൈറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് 3000 രൂപയ്ക്ക് സാലറി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് റിസൈൻ വെച്ച് പിന്നെ കയറിയതാണ് ജൂബിലിയിൽ. 2012-13 സമയത്താണ് UN വരുന്നത്. ആ സമരത്തിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് സാലറി കൂടിയേക്കണത്. ആ സമയം ഞാൻ 1500 തൊട്ട് 3000 വരെയാണ് സ്റ്റാർട്ടിങ് സാലറി മേടിച്ചിട്ടുണ്ടായിരുന്നത് എലൈറ്റിലിട്ടാ. ആ സമയത്ത് 5000-ന് താഴെ കണ്ടായിരുന്നു ജൂബിലിയിലെ സാലറി. നിലവിൽ എത്ര കിട്ടുന്നുണ്ട്? ഇപ്പം എനിക്ക് 10 വർഷം കഴിഞ്ഞല്ലോ, എനിക്കിപ്പോൾ 40 ജൂബിലിയിൽ കിട്ടുന്നുണ്ട്. അവർ പറയുന്നത് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് 65,000 രൂപയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ വെറുതെ അടിച്ചു വിടണതാണ്, എന്തായാലും കിട്ടണില്ല, ആർക്കും കിട്ടണില്ല. ഞങ്ങളുടെ കൂടെ സമരത്തിലിരിക്കണ ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് 18 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള സിസ്റ്റേഴ്സും ബ്രദേഴ്സുമാണ്. അവർക്ക് കിട്ടണത് 46,000 സംതിങ് ഉള്ളൂ. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആരും ഇല്ല ജൂബിലി. പിന്നെ വല്ല ഇൻചാർജുമാരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവർക്ക് ആർക്കും 60,000 സാലറി കിട്ടണില്ല. 50-ന് മേലെ ആർക്കും കിട്ടണില്ല, അത് ഉറപ്പാണ്. പിന്നെ അവർ വെറുതെ ഫ്ലെക്സ് വെക്കണമെന്ന് മാത്രം. എന്നാൽ അതിൽ ആർക്കൊക്കെയാണ് നമുക്ക് 60 സാലറി കിട്ടണമെന്ന് അവരോടൊന്ന് മെൻഷൻ ചെയ്ത് അവരുടെ അത് ഫോട്ടോ വയ്ക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ അവർ വെച്ചിട്ടില്ലല്ലോ.
അവർ വെറുതെ 70 പേർക്ക് 45 മുതൽ 60 വരെ സാലറി എന്നോ 70 പേർക്ക് അധികം ഉണ്ടെന്ന് വെറുതെ എല്ലാ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും ബോർഡ് വെച്ചിട്ടെന്നല്ലാണ്ട് ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, ഇന്ന ആളെന്ന് പറഞ്ഞിട്ടുമില്ല. അതായത് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് വരെ നമ്മൾ സമരം ചെയ്യും. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പം 3 മാസമായല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ജയിക്കുന്നോടം വരെ സമരം തന്നെ, വേറൊരു ചിന്തയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സമരം തോറ്റ് കയറണം എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല. എന്തായാലും ജയിച്ചെന്നെ. എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതെ, ഞങ്ങളിപ്പോൾ ഇരിക്കണ എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ്. സോന. ഞാൻ ജൂബിലിയിൽ. എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? ഞാനിപ്പോൾ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. തുടക്കം എത്ര ശമ്പളം ഉണ്ടായിരുന്നു? തുടക്കം ഞാൻ വരുമ്പോൾ 15,000 ആയിരുന്നു ശമ്പളം ഉണ്ടായിരുന്നത്. പിന്നെ അത് ഗ്രാജ്വലി ഇൻക്രീസായി ഇപ്പോൾ ഒരു 40,000 രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട് ശമ്പളം. 10 വർഷം കഴിഞ്ഞു, ഈ ജൂണിലേക്ക് 10 വർഷമായി. എന്നിട്ടും അത്രയ്ക്ക് തന്നെയാണ് ശമ്പളം കൂടുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരു വർഷം കൂടുമ്പോൾ ഇത്ര രൂപ ഇൻക്രിമെൻ്റ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ UNA സമരവും ഇടക്കാലാശ്വാസമൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ 45,000 ശമ്പളമായത് അത് 2023 ഇടക്കാലാശ്വാസത്തിൻ്റെ പേരിലാണ് നമുക്ക് 5 വർഷം തൊട്ട് ഉള്ളവർക്ക് 5,000 രൂപ ഇൻക്രിമെൻ്റ് ആയപ്പോൾ നമുക്കങ്ങനെ കൂടിയിട്ടുള്ളതാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. 65,000 ഒക്കെ ശമ്പളം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? എൻ്റെ അറിവിൽ അവിടെ ആർക്കും 65,000 രൂപ ശമ്പളം ഇല്ല. നമ്മുടെ അവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും സമരത്തിലുണ്ട്, 15 വർഷത്തിന് മേലെയുള്ളവരുണ്ട്. അവർക്കാർക്കും ഇതുവരെ അത്രയും ശമ്പളം കിട്ടിയതായിട്ട് എനിക്കറിവില്ല. പിന്നെ ഇതാർക്കാന്നുള്ളത് അവരെന്നെ പറയേണ്ടി വരും. ഇൻചാർജുമാർക്കാണോ അതോ നഴ്സിംഗ് സൂപ്രണ്ടിനാണോ ഇത്രയും ശമ്പളം കിട്ടുന്നതെന്നുള്ളത് നമുക്കതിലുള്ള അറിവില്ല. നിലവിൽ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? നിലവിൽ ഞങ്ങളുടെ ആവശ്യം, ഇത്രയും നാളായിട്ട് ശമ്പള പരിഷ്കരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരിടക്കാലാശ്വാസമെങ്കിലും നമ്മുടെ ജൂബിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാത്തിനും ജീവിത സാഹചര്യങ്ങൾക്ക് എല്ലാത്തിനും വില കൂടിയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ മീറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് അത്യാവശ്യം ശമ്പളം വേണം. എല്ലാവർക്കും ശമ്പളം അതിൻ്റേതായ രീതിയിൽ കൂട്ടി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം. പിന്നെ അതേപോലെ ഞങ്ങളുടെ ആശുപത്രിയിലുള്ള കോൺട്രാക്റ്റ് വ്യവസ്ഥയും എടുത്തു കളയണം. 1 വർഷമോ 2 വർഷമോ അല്ല, ഇതിങ്ങനെ 3 വർഷം, അത് കഴിയുമ്പോൾ വീണ്ടും പുതുക്കുക അങ്ങനെയാണ് പുതുക്കലാണ് പോണത്. ഇത്രയും പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്റ്റിലുള്ളവരെ മാറ്റി അതല്ലാത്ത രീതിയിലാക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം. എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? 11 വർഷം. തുടക്കത്തിൽ എത്രയായിരുന്നു ശമ്പളം? തുടക്കത്തിൽ ഞങ്ങൾക്ക് ആദ്യത്തെ 3 മാസം 8,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് പിടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 12-15 ഉള്ളിലൊക്കെയാണ് കിട്ടിയിടുന്നത്. അതും ഈ എന്താ പറയുക, ടാക്സ് കിട്ടിയും 3 മാസം കൂടുമ്പോൾ. അപ്പോൾ അധികമൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെയും ഇപ്പം ഞാൻ 10 വർഷം കഴിഞ്ഞു, 11ാമത്തെ വർഷം ആവാറായി. അപ്പോൾ അതിൻ്റെ ശേഷമാണ് പിന്നെ ഇത്തിരി ഒന്ന് ഈ UNA സംഘടന വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത യൂണിറ്റിയിലാണ്. അവിടെ എനിക്ക് ഫസ്റ്റ് സാലറി 3,000 ആയിരുന്നു. അതും ഞങ്ങൾക്ക് അക്കൗണ്ടിലൊന്നുമില്ല, കയ്യിൽ തരുമായിരുന്നു. അവിടെ പോയി സൈൻ ചെയ്ത് വാങ്ങിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് 7,000, 8,000 അങ്ങനെ ഇയർ അനുസരിച്ചിട്ട് അവർ തന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമലയിലേക്ക് വന്നത്. അവിടെ ഫസ്റ്റ് സാലറി ഇതായിരുന്നു. ആദ്യം 8,000, പിന്നെ അങ്ങനെ കയറി വന്നത്. ഇപ്പോൾ ഈ UNA വന്നതിൻ്റെ ശേഷമാണ് ഫസ്റ്റത്തെ ശമ്പള പരിഷ്കരണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് പിന്നെ കൂടുതൽ കിട്ടിയത്. ഇപ്പോഴും ഒരു 35-36 ആ ഒരു റേറ്റിലാണ് 10 വർഷമായിട്ടും എനിക്ക് കിട്ടണ സാലറി. അതിലും കൂടുതൽ സാലറി തരുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ എൻ്റെ സാലറി സ്ലിപ്പ് ഇപ്പോഴും ഇതിലെടുത്ത് കാണിച്ചു തരാം. എനിക്ക് ഒരു മാസം പോലും 40ൻ്റെ മേലെ കിട്ടിയിട്ടില്ല. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞവർക്കൊക്കെ ഞാൻ എൻ്റെ സാലറി സ്ലിപ്പ് ഇതിൽ ഞങ്ങൾക്ക് മെസ്സേജ് വരുമല്ലോ, മാസം ലാസ്റ്റ് ഞങ്ങൾക്ക് അവർ മെസ്സേജ് ഇടും. അപ്പോൾ ആ ഒരു സ്ലിപ്പ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. മന്ത് ഓഫ് സാലറി ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ വരും മെസ്സേജ്. ലാസ്റ്റ് ഞങ്ങൾ സാലറി വാങ്ങിച്ചിട്ടുള്ളത് 3 മാസം മുന്നേ വാങ്ങിച്ചിട്ടില്ല. ആ സാലറി എന്ന് പറയണത് 37 സംതിങ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹോളിഡേയ്സ് വരും. അപ്പോൾ നൈറ്റ് ആയിരുന്നുകൊണ്ട് 2 ഹോളിഡേ 3 ഹോളിഡേ ഒരുമിച്ച് കിട്ടി. അതിന് ഞങ്ങൾക്ക് ആ ഒരു പൈസയും കൂടി കൂട്ടിയിട്ടാണ് ആ ഒരു 37-38ൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അതല്ലാണ്ട് ഞങ്ങൾക്ക് അത്രയും സാലറി ഇല്ല. അതെ, എന്തായാലും 10 വർഷത്തിനുള്ള സാലറി ഇവർ അടിച്ചതനുസരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കിട്ടണില്ല. 35-36 കിട്ടുന്നത്. ശമ്പളം വർദ്ധിപ്പിക്കാതെ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഇല്ല, അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എവിടെ ജോലി ചെയ്യുന്നത്? ജൂബിലി മിഷൻ. എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? ഇവിടെ അപ്പോൾ 14 വർഷമായി. തുടക്കത്തിൽ എത്രയായിരുന്നു ശമ്പളം? 2,800 ആയിരുന്നു. എപ്പോഴാണ് പിന്നെ ശമ്പളം കൂടിയത്? പിന്നെ 2016 UNA വന്നതിന് ശേഷമാണ്. നിലവിൽ എത്രയുണ്ട്? ഇപ്പോൾ 42. ഇത്രയും വർഷമായിട്ട് എന്താ ഇത്രയും ഈ 42 കിട്ടത്തുള്ളൂ? കിട്ടിയിട്ടുള്ളൂ. അവർ പറയുന്നത് 65,000 ഒക്കെ കിട്ടുന്നതാണ്.
UN വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് സാലറി കിട്ടിയത്. നിലവിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ആവശ്യം എന്താ? ഇപ്പോൾ ഞങ്ങൾക്ക് സാലറി അടിസ്ഥാന ശമ്പളം 40,000 പറഞ്ഞാണ്. പിന്നെ കോൺട്രാക്ട് വ്യവസ്ഥ മാറ്റണം. പിന്നെ 3 ഷിഫ്റ്റ് സമ്പ്രദായം 6 to 12 സമ്പ്രദായം അതൊക്കെ നേടിയെടുക്കുന്നിടം വരെ സമരം ചെയ്യും. അതെ, സമരം ചെയ്യും. ഇവർ പറയുന്നതെല്ലാം വ്യാജ പ്രചരണങ്ങളാണ്. അതെ, ഒരു പകുതി പറയുന്നു കള്ള പ്രചരണങ്ങളാണ് നടത്തുന്നവർ. പേര് പ്രിൻസ് എന്നാണ്. ഞാൻ ജൂബിലി സ്റ്റാഫ് നേഴ്സാണ്. 2008 കയറിയത്. 2007 കയറിയെങ്കിലും 3 മാസം ഫ്രീ സർവീസാണ് ഞങ്ങൾക്ക്. 2008 തൊട്ടാണ് ജോയിൻ തുടങ്ങിയത്. അതങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം ജോയിൻ തുടങ്ങുള്ളൂ. പിന്നെ 1500 3 മാസം ഫ്രീ സർവീസ്, പിന്നെ 1500, പിന്നെ അങ്ങനെ 2500, 3500 അങ്ങനെയാണ് ഞങ്ങളുടെ സാലറി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 2000 മിനിമം ഇത് സംഘടന വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതിലൊരു മാറ്റം ഉണ്ടായത്. കാരണം വെച്ചാൽ അതിനുശേഷം മുമ്പ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. സാലറി മാത്രം പിന്നെ 8 മണിക്കൂർ ഡ്യൂട്ടി, 8 hours ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ 6 മണിക്കൂർ 6 hours ഡ്യൂട്ടിയായി. പിന്നെ ഇപ്പം എനിക്കിട്ട് സാലറി എന്ന് വെച്ചാൽ ഞാൻ 2008 വന്നു. 18 വർഷം വെച്ചാൽ ഇപ്പോൾ 2026 18 വർഷമായി. ഇപ്പോൾ 18 വർഷം ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കുണ്ട്. അപ്പോൾ കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ 46 46,500 സാലറി കിട്ടുന്നത്. 65 കിട്ടുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ പറഞ്ഞതാണ്. 65 മാക്സ് എനിക്കാണ് മാക്സിമം വെച്ചാൽ 46,500. അത് കൂടുതൽ ആർക്കും കൊടുക്കുന്നില്ല. ഒരാൾക്കും പോലും കിട്ടുന്നില്ല. അത് വെറുതെ അവർ പറഞ്ഞതാണ്, മാനേജ്മെൻറ്റ് വെറുതെ പറഞ്ഞതാണത്. മാക്സിമം 46 തന്നെ ഉള്ളൂ. എത്ര എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ്. അപ്പോൾ എനിക്ക് 18 വർഷമുണ്ട്. 18 വർഷം കിട്ടുന്ന സ്റ്റാഫ് ശമ്പളം ഞാൻ ഫേസ് സ്ലിപ്പ് ഉണ്ട്, അപ്പം കാണിച്ചു തരാം. 46 രൂപ 46,500 ഉള്ളൂ കിട്ടുന്ന സാലറി. ശമ്പളം വർദ്ധിപ്പിക്കുന്നത് വരെ സമരം ചെയ്യാനാണ് ഉദ്ദേശം. അതെ, അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ എന്തെങ്കിലും ഞങ്ങളിപ്പോൾ 3 മാസമായി ഒരു യാതൊരു ഇതും മാറ്റം വരുന്നില്ല. കാരണം ചന്തെന്ന് അറിഞ്ഞുകൂടാ. ഇവർ ഇങ്ങനെ സമരം നീട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഞങ്ങൾ ചർച്ചയ്ക്ക് ആയിട്ട് അവർ വിളിക്കുന്നു പോലില്ല. നമുക്കിപ്പോൾ ഏത് ചർച്ച നമ്മൾ വിളിച്ചാൽ നമ്മൾ ചെല്ലും. പക്ഷേ ഇവർ ചർച്ചയ്ക്കായിട്ട് ക്ഷണിക്കുന്നില്ല. പിന്നെ ഒരു തീരുമാനം അവർ എടുക്കുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടെ കാരണങ്ങൾ. പേര് പ്രിൻസ്, സ്റ്റാഫ് നേഴ്സ്. എന്തായാലും 28 വർഷമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും 42,000 45,000 രൂപ വരെ അവിടെ ശമ്പളമുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് അവർ പറയുന്നത് 65,000 രൂപയോളമൊക്കെ ശമ്പളം വാങ്ങുന്ന നേഴ്സുമാരുണ്ട് എന്ന്. പക്ഷേ അങ്ങനെയുള്ള ആരെയും ഈ നേഴ്സുമാർക്ക് അറിയില്ല. എന്തായാലും UN എന്ന സംഘടന വന്നതിന് ശേഷമാണ് 10,000 രൂപയ്ക്ക് മുകളിലേക്ക് അവർക്ക് ശമ്പള വർധനവുണ്ടായത്. എന്തു തന്നെയായാലും എന്തൊക്കെ തരത്തിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും ഈ ഒരു സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ഈ ശമ്പള വർധനവ് നടപ്പിലാക്കുന്നത് വരെ അവർ സമരം ചെയ്യുമെന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.